നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച സഹപ്രവർത്തകന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ. സർവീസിലിരിക്കെ അന്തരിച്ച അവണിശ്ശേരി സ്വദേശി PR രാംനേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. പെരിങ്ങോട്ടുകര കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചതൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവം സമാപിച്ചു. പത്മശ്രീ ജയറാമിന് സുവർണ മുദ്ര സമ്മാനിച്ചു. വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം തൊഴാൻ നൂറുകണക്കിന് ഭക്തരെത്തി. തിരുനാളിനൊരുങ്ങിയ ചെർപ്പ് സെന്റ് ആന്റണീസ് പള്ളി. വിശുദ്ധ ആന്തോണിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 18 മുതൽ 22 വരെ. വാർത്തകൾ വിശദമായി. അന്തരിച്ച സഹപ്രവർത്തകന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ. അവണിശ്ശേരിയിൽ പണി പൂർത്തീകരിച്ച സ്നേഹഭവനം കൈമാറി. കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ ഓഫീസിൽ ഫെയിം ലൈവ്ലിഹുഡ് ജില്ലാ പ്രോഗ്രാം മാനേജറായിരിക്കെ അന്തരിച്ച PR രാംനേഷിന്റെ കുടുംബത്തിനാണ് സഹപ്രവർത്തകർ സ്നേഹഭവനം നിർമ്മിച്ചു നൽകിയത്. രാംനേഷിന്റെ നാടായ അവണിശ്ശേരി പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് വീട് നിർമ്മിച്ചത്. കുടുംബശ്രീ കൂട്ടായ്മയിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ മിഷൻ കോർഡിനേറ്റർ CR മിനി, തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, UP ജോസഫ്, സുഷമ ജോയ്, PG പ്രസീത, A ജെറുള, SC നിർമ്മൽ എന്നിവർ സംസാരിച്ചു. 55 ലക്ഷം രൂപ ചെലവിൽ നല്ല മനോഹരമായ ഒരു വീട്, 1265 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീട് കുടുംബശ്രീയുടെ സ്നേഹക്കൂട്ടായ്മയിലൂടെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. കുടുംബശ്രീ ലോകത്തിന് കേരളം നൽകിയ മഹത്തായ മാതൃകകളിൽ ഒന്നാണ്. ആ കുടുംബശ്രീ സൃഷ്ടിച്ച ഒരു ഉജ്ജ്വല സ്നേഹ മാതൃകയാണ് ഈ വീട്. ഞാൻ കുടുംബശ്രീയെ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കുടുംബശ്രീ ചെയ്തിട്ടുണ്ട്. ഇപ്പം മേപ്പാടിയിലെ ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും വലിയ സംഭാവന കൊടുത്തത് ഒരു ബിസിനസ് ഗ്രൂപ്പുമല്ല. മേപ്പാടിയിലെ ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും ഉയർന്ന സംഭാവന കൊടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് കുടുംബശ്രീ. 23.5 കോടി രൂപയാണ് കുടുംബശ്രീ സമാഹരിച്ച് നൽകിയത്. അപ്പോൾ ഐകമത്യം മഹാബലം എന്ന് പണ്ട് നമ്മളെല്ലാം കോർപ്പറേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കരുത്താണ് കാണുന്നത്. അതിന് കാരണമായിത്തീരുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്കിടയിലുള്ള സ്നേഹവും കൂട്ടായ്മയുമാണ്. അപ്പം അതാണിപ്പോൾ ഈ വീട് വളരെ പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. രാംനേഷിൻ്റെ കുടുംബത്തിന് സുരക്ഷിതമായിട്ടുള്ള ഒരു ആശ്രയ കേന്ദ്രം ആയിട്ട് ഈ വീട് മാറും. അവർ സമാധാനത്തോടുകൂടി രാംനേഷിൻ്റെ അഭാവവും അസാന്നിധ്യവും ഒക്കെ സൃഷ്ടിക്കുന്ന തീവ്രമായ വേദന നമുക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും അവർക്കൊരാശ്വാസമായിട്ട് മാറാൻ ഈ വീട് കൊണ്ട് കഴിയും. ഒരിക്കൽ കൂടി പെരിങ്ങോട്ടുകര കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചതൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവം സമാപിച്ചു. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളും വിപുലമായ കലാപരിപാടികളുമാണ് തിറവെള്ളാട്ടിനോടനുബന്ധിച്ച് നടന്നത്. സമാപന ദിവസം ആശാ സുരേഷ് അവതരിപ്പിച്ച സോപാന സംഗീതം അരങ്ങേറി. തുടർന്ന് തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ മർമ്മ പ്രധാനമായ ചടങ്ങായ രൂപക്കളം തൊഴൽ നടന്നു. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ചലച്ചിത്രതാരം പത്മശ്രീ ജയറാമിന് സുവർണ മുദ്ര നൽകി ആദരിച്ചു. മഠാധിരഥി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമി ആദരം കൈമാറി.
തുടർന്ന് ജയറാമിന്റെ പ്രാമാണികത്വത്തിൽ ചോറ്റാനിക്കര സത്യനാരായണൻ മാരാർ ഉൾപ്പെടെ 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം അരങ്ങേറി. പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് ഹരിശ്രീ കലാസമിതി തേഞ്ഞിപ്പാലം അവതരിപ്പിച്ച ഡിജിറ്റൽ മിറർ ഡാൻസും അരയന്ന നൃത്തവും അരങ്ങേറി. അധുര കലാസമിതി വനിതകൾ അവതരിപ്പിച്ച ശിങ്കാരിമേളവും നടന്നു. തിരുനാളിനൊരുങ്ങിയ ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി. വിശുദ്ധ ആന്തോണിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 18 മുതൽ 22 വരെ ആഘോഷിക്കും. തിരുനാളിനോടനുബന്ധിച്ചൊരുക്കുന്ന ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ 18 വൈകിട്ട് 6 ചേർപ്പ് SI KO പ്രദീപ് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മാത്യു വെട്ടത്ത്, ഫാദർ ഡെന്നി താണിക്കൽ, ഫാദർ ചാക്കോ ചിറമൽ എന്നിവർ കാർമ്മികരാകും. 19 രാവിലെ 6:30 ലതീഞ്ഞ്, നൊവേന, കുർബാന, പ്രസുതേന്തി വാഴ്ച, അമ്പ്, വള, വെഞ്ചരിപ്പ് എന്നിവ നടക്കും. വൈകിട്ട് 5:30 രൂപം എഴുന്നള്ളിപ്പ്, രാത്രി 11 അമ്പ്, വള, സമാപനം എന്നിവയും നടക്കും. 20 രാവിലെ തിരുനാൾ പാട്ടു കുർബാന, വൈകിട്ട് 3:30 ഇടവകയിലെ വൈദികരുടെ കുർബാന, തിരുനാൾ പ്രദക്ഷിണം, ആകാശവിസ്മയം എന്നിവയുണ്ടാകും. 21 ഇടവക ദിനത്തിൽ വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികളും 22 വിശുദ്ധ കുർബാന, ഗാനമേള എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 6 മണിക്ക് വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് കൊടികയറ്റം നടത്തുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും നമുക്ക് തിരുനാൾ വരെ ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടായിരിക്കും. 18-ാം തീയതി ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം വൈകിട്ട് 7:30 ഉണ്ടാകും കുർബാനയ്ക്ക് ശേഷം. 19-ാം തീയതി പ്രസിദ്ധന്തി വാഴ്ച കാലത്ത് 6:30 അതുണ്ടായിരിക്കുക. 20-ാം തീയതി തിരുനാൾ ദിനമാണ്. കാലത്ത് 6:30-ക്കും 10 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 10 മണിക്ക് ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാന. 21-ാം തീയതി വൈകിട്ട് പ്രധാനമായുമുള്ളത് ഇടവക ദിനമായിട്ട് ആഘോഷിക്കുന്നു. 22-ാം തീയതി ഗാനമേള ഉണ്ടായിരിക്കും വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ എല്ലാവരെയും തിരുക്കർമ്മങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ 5 ദിവസമാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ ഉള്ള പരിപാടികൾ. അതിൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു തിരുനാളായിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ ചിലവാക്കുന്ന ഈ തുകയുടെ ഒരു 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് നമ്മളിവിടുത്തെ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, അതുപോലെ ഭവന നിർമ്മാണം തുടങ്ങി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് വിനിയോഗിക്കുന്നത്. ചേർപ്പിനെ സംബന്ധിച്ച് ഈ ചേർപ്പ് പഞ്ചായത്തിലെ നാനാജാതി മതസ്ഥർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തിരുനാൾ കൂടിയാണ് ഈ ജനുവരി തിരുനാൾ. എല്ലാവരും തന്നെ, എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും തന്നെ ഈ തിരുനാളിന് ഇവിടെ വരികയും ഈ വിശുദ്ധൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന അതിമുഹൂർത്തമായ ഓരോ കാര്യങ്ങളാണ് ഈ 19-20 തീയതികളിൽ ഇവിടെ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത്, കൈക്കാരന്മാരായ ബിജു KR പിയൂസ്, MD ദിനീഷ് എന്നിവർ പങ്കെടുത്തു. ചേനം ഗ്രാമീണ വായനശാല MT വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ PRK ചേനം മുഖ്യ പ്രഭാഷണം നടത്തി. ഷാബിർ അധ്യക്ഷത വഹിച്ചു. കവി സലീം ചേനം, വാർഡ് മെമ്പർ സുബിത സുഭാഷ്, CM ഷക്കീർ, AG ജ്യോതി ബസു, മജീദ് തെക്കുംചേരി, TCV ഡയറക്ടർ നജീബ് വലിയകത്ത്, സജീവൻ പാറേക്കാട്ട് വളപ്പിൽ, സെക്രട്ടറി PB ഷാജൻ, കമ്മിറ്റി അംഗം ഫർഹാന എന്നിവർ സംസാരിച്ചു. തുടർന്ന് താലൂക്ക് തല വായനാ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അൻഷാദ് അലിയെ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 14 ഒല്ലൂർ ടൗണിൽ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ഒല്ലൂരിലെ റോഡ് വികസനത്തിന്റെ പേരിൽ വ്യാപാരികളെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികളാണ് അധികൃതരുടേതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. 14 വൈകിട്ട് 5 ഒല്ലൂർ സെന്ററിൽ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലായിരിക്കും പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടക്കുകയെന്ന്
വ്യാപാരി വ്യവസായി ഒല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് സുനീഷ് ജോൺസൺ, കൺവീനർ KB ജോഷി, ട്രഷറർ റാഫി വടക്കേത്തല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പ്രസ് ക്ലബ്ബ് ഇരിക്കുന്ന ബിൽഡിംഗ് അടക്കമുള്ള ജംഗ്ഷനിലെ ഒരുപാട് ബിൽഡിങ്ങുകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വ്യാപാരികളെ നേരിട്ട് ബാധിക്കുന്ന ഭൂവുടമകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ യാതൊരു വിധത്തിലുള്ള വ്യക്തതയും ഇപ്പോഴും വരുത്തിയിട്ടില്ല. പത്രമാധ്യമങ്ങൾക്കൂടെ ഞങ്ങൾ അറിഞ്ഞതല്ലാതെ അല്ലെങ്കിൽ ഒരു അനൗദ്യോഗികമായി വിളിച്ച മീറ്റിങ്ങിലല്ലാതെ കാര്യമായ ഒരു വിശദീകരണം ഈ നേരം വരെയും കിട്ടിയിട്ടില്ല. അക്കാര്യത്തിൽ വ്യക്തത ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ നിർബന്ധമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഇതൊക്കെ കൈമാറണമെന്നും അതുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ആർക്കൊക്കെ നഷ്ടം വരും എന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്തി തരണമെന്നും അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് തരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ വികസന പ്രവർത്തനത്തെ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഭൂമി വിട്ടു തരുവാനും ബാക്കി എല്ലാവിധ സൗകര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സഹകരണവും ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ തയ്യാറാണ്. അതല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് വികസന പ്രവർത്തനം മുന്നിൽ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ പൂർണ്ണമായി നഷ്ടപ്പെടുന്നവരുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ സംഘടനയ്ക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ബദൽ സംവിധാനങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഏർപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. ഒരിക്കലും വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നാട്ടിക പഞ്ചായത്ത് ശ്മശാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും ബാലിശമെന്ന് LDF പഞ്ചായത്ത് കമ്മിറ്റി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും LDF പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക പഞ്ചായത്തിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരാഭാസങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF ആരോപിച്ചു. മാർച്ച് 31 LDF ഭരണസമിതിയുടെ കഴിഞ്ഞ 4 വർഷത്തെ വിവിധ വികസന പ്രവർത്തന പൂർത്തീകരണവും ഉദ്ഘാടനവും നടക്കും. ഇതോടൊപ്പം നാട്ടികയുടെ മുഖച്ഛായ മാറ്റുന്ന തൃപ്രയാർ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത്തരത്തിൽ പഞ്ചായത്തിൽ വികസനങ്ങൾ വരുമ്പോൾ 10 വർഷക്കാലം നാട്ടിക പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന UDF ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, LDF നേതാക്കളായ KB ഹംസ, അനിൽകുമാർ കൊടപ്പുള്ളി, TV ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 4 വർഷം ഡിസംബർ 9 പൂർത്തിയായി. 2024 ഡിസംബർ 9 പൂർത്തിയായി. ഇന്ന് തുടർന്നുള്ള പ്രവർത്തനം ഇന്ന് 5-6 മാസങ്ങളിൽ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് പത്രസമ്മേളനം. ഇപ്പോൾ അത് അല്ലെങ്കിൽ 1-ാം തീയതിക്കായിട്ട് നടത്തണമെന്ന് വിചാരിച്ചതാണ്. കാരണം അതിന് ചില കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറിപ്പ് അതിൻ്റെ ഫോട്ടോ അടക്കം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ പറയാനുള്ളത് അത് നമ്മൾ ചെയ്തിട്ടുള്ള പദ്ധതികൾ പ്രൊജക്റ്റുകളൊക്കെ ഈ മാർച്ചിനുള്ളിൽ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വർക്കുകളും 4 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ഫോട്ടോ അടക്കം രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച സഹപ്രവർത്തകന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷൻ. സർവീസിലിരിക്കെ അന്തരിച്ച അവണിശ്ശേരി സ്വദേശി PR രാമനേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. പെരിങ്ങോട്ടുകര കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചതൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവം സമാപിച്ചു. പത്മശ്രീ ജയറാമിന് സുവർണ മുദ്ര സമ്മാനിച്ചു. വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം തൊഴാൻ 100 കണക്കിന് ഭക്തരെത്തി. തിരുനാളിനൊരുങ്ങിയ ചെർപ്പ് സെന്റ് ആന്റണീസ് പള്ളി. വിശുദ്ധ ആന്തോണിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 18 മുതൽ 22 വരെ.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.